നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കിഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കില്ല. എന്തൊരു ശൗര്യം. താങ്ക് യു. ഞാൻ വന്നപ്പോ അമ്മായി പറഞ്ഞു ചേച്ചിക്ക് സഞ്ജയ് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു. നമുക്ക് പറയാനുള്ളത് പറയണ്ടേ? പറയണം. പക്ഷേ ചേച്ചി ഇത്രയും കാലമായിട്ട് അങ്ങനെയൊന്നും പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. അമ്മായിയുമായിട്ട് എന്തെങ്കിലും തർക്കം ഉണ്ടായാ എന്റെ പുറകെ വന്ന് ഒളിക്കാറുള്ള ആളാ. പഴയ മഞ്ജു ചേച്ചി ആയിരുന്നെങ്കിൽ ഞാൻ കല്യാണത്തിലാണെന്നൊന്നും ഓർക്കാതെ എന്നെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേനെ. ഇതിപ്പോ ഒറ്റയ്ക്കെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടല്ലോ. ഇത്രയും ധൈര്യം ചേച്ചിക്ക് എവിടുന്ന് കിട്ടി? എനിക്കറിയില്ല. എന്നാ എനിക്കറിയാം. ചേച്ചി യൂണിഫോം ഇട്ട് തുടങ്ങിയപ്പോ മുതലാ ഈ ധൈര്യം വന്നു തുടങ്ങിയത്. ചേച്ചിയുടെ പേടിക്കുള്ള മരുന്നാണ് ആ യൂണിഫോം. പതുക്കെ പതുക്കെ ചേച്ചി ധൈര്യമുള്ളൊരു പെണ്ണാക്കി മാറ്റും അത്, അച്ഛൻ സ്വപ്നം കണ്ട പോലെ. ഇപ്പൊ എനിക്കും ആ യൂണിഫോമിനോടും ജോലിയോടും ഒരിഷ്ടം തോന്നി തുടങ്ങി. ഇങ്ങനെ പോയ അധികം വൈകാതെ ചേച്ചി ഒരു പുലിക്കുട്ടി ആവും. ഞാനേ മജിസ്ട്രേറ്റിന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്താ എന്റെ റേഞ്ച് മാറും. എന്നാ ധൈര്യമായിട്ട് നമ്മുടെ കാര്യം കീഴെടുത്ത് പറയാലോ. ഹലോ, എന്തേ ഭയങ്കര ആലോചനയാണല്ലോ? ഞാൻ ആ മഞ്ജുന്റെ കാര്യം ആലോചിക്കുമായിരുന്നു. ഏത്, നമ്മുടെ മാധവ് സാറിന്റെയോ? ആ, അവളെ ഗോപാൽജി സഞ്ജയുമായിട്ട് കല്യാണം കഴിപ്പിക്കാൻ പോവാ. ഗിരിയനോട് പറഞ്ഞു. എന്ത് കഷ്ടാണല്ലേ. സത്യം, കഴിഞ്ഞ ജന്മത്തില് എന്ത് പാപം ചെയ്തിട്ടാണാവോ മഞ്ജുവിന് ഗതി വന്നത്? മഞ്ജുവിനോ? ഞാൻ സഞ്ജയുടെ കാര്യം കഷ്ടമെന്ന് പറഞ്ഞത്. അവനെന്ത് കഷ്ടം? അതെ, മഞ്ജുവിനെ പോലെ നല്ലൊരു കുട്ടിയെ കല്യാണം കഴിക്കാനേ അവൻ പുണ്യം ചെയ്യണം. മഞ്ജുവിനെ അങ്ങനെ പൊക്കല്ലേ. സഞ്ജയ്ക്ക് എന്താ ഒരു കുറവ്? അവന് കുറവുകളേ ഉള്ളൂ. നാട്ടിലെ ഒന്ന് അന്വേഷിച്ചാൽ മതി, അവനെ കുറിച്ചുള്ള കഥകളൊക്കെ അറിയാൻ പറ്റും. ഒരു മനുഷ്യന് എന്തൊക്കെ കൊള്ളരുതായ്മകൾ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ അവനുണ്ട്. പിന്നെ ഈ സ്ത്രീ വിഷയത്തിൽ അവനുള്ള പോലൊരു ചീത്തപ്പേര് ഈ നാട്ടിൽ വേറെ ആർക്കും കാണൂല. ഇതൊക്കെ നാട്ടുകാർ വെറുതെ ഉണ്ടാക്കി വിടുന്ന കഥകളാ. സഞ്ജയോട് സംസാരിച്ചാൽ അറിയില്ലേ, അവൻ പഞ്ചപാവാ. അതൊക്കെ അവന്റെ അഭിനയമാണ് മോളെ. അവന്റെ ശരിക്കുള്ള സ്വഭാവം ഇതൊന്നും അല്ല. എല്ലാരും സഞ്ജയ് ഇങ്ങനെ വിലയിരുത്തുന്നുണ്ടല്ലോ. ഇവർക്ക് ആർക്കെങ്കിലും സഞ്ജയിനെ പേഴ്സണൽ ആയിട്ട് അറിയാവോ? ഇല്ലല്ലോ. ഇതൊക്കെ കാശില്ലാത്തവർക്ക് പണക്കാരോട് തോന്നുന്ന ഒരുതരം അസൂയ. അസൂയ തോന്നാണ്ടിരിക്കോ? അതെ, ഇത്രയും കുറവുള്ള ഒരുത്തനെ മഞ്ജുവിനെ പോലത്തെ ഒരു പെൺകുട്ടിയുടെ ആലോചന വരുന്ന തന്നെ അവന്റെ കാശിന്റെ ബലമല്ലേ. സ്വയം കഷ്ടപ്പെട്ടുണ്ടാക്കിയാണെങ്കിൽ പോട്ടെ നോക്കാം. ഇതേ വായിൽ സ്വർണ്ണക്കരടിയായിട്ട് ജനിച്ചവനാ. മതി, നിർത്ത്. വെറുതെ ഒരു മാന്യന്റെ കുറ്റം പറയാൻ നാണോ ഇല്ലേ നിനക്ക്? അതും പോരാഞ്ഞിട്ട് ആ പോലീസുകാരി എല്ലാം തികഞ്ഞവളാണെന്നും പറയുന്നു. അവളെ കുറിച്ച് നാട്ടുകാർ പറയുന്ന കഥകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അതൊക്കെ നിന്റെ ചേട്ടനെയും കൂടി ചേർത്താ പറയുന്നേ. അതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഓ, എന്ത് പറഞ്ഞാലും തർക്കിക്കാൻ അറിയാം. എന്റെ അടുത്ത് വാദിക്കാൻ കാണിക്കുന്ന മിടുക്കിന്റെ 10-1 കോടതിയിൽ കാണിച്ചിരുന്നെങ്കിലേ 2 കേസെങ്കിലും ജയിച്ചേനെ. അല്ല, ആ മഞ്ജുനെ പറയുമ്പോ നിനക്കെന്തിനാ ഇത്രയും കൊള്ളുന്നേ? അല്ല, ഞാൻ ആ കുട്ടി, അവൾ അത്രയും നല്ല കുട്ടിയാണെങ്കിൽ അവളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോ. വെറുതെ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? അല്ല സ്വപ്ന, സ്വപ്ന ഈ സഞ്ജയ് പറഞ്ഞത് ഇവക്കെന്തിനാ ഇത്രയും കൊള്ളുന്നേ? നീയും കൂടെ പറഞ്ഞേ പോരെ. നിന്റെ ഭാവി ഏട്ടത്തിയമ്മയല്ലേ. അവളുടെ കുടുംബത്തെയൊക്കെ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാ. ഞാനും മഞ്ജുവുമായി ഗിരിയുടെ കാര്യത്തിൽ ഉടക്കിയെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവളെ കല്യാണം കഴിക്കാൻ മാത്രം വലിയ മണ്ടനാണ് നീയെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് മഞ്ജുവിനെ കുട്ടിക്കാലം മുതലേ ഇഷ്ടമാ. നിനക്കത് മനസ്സിലാവാത്തത്
നിന്റെ ലോകത്ത് നീ മാത്രം ഉള്ളതുകൊണ്ടാ. നീ എന്റെ ചേട്ടനായതുകൊണ്ട് പറയല്ല. നിന്നെ പോലെ സ്ത്രീ വിഷയത്തില് ചീത്തപ്പേര് കേട്ട ഒരുത്തൻ ഈ നാട്ടിൽ വേറെയില്ല. എന്റെ കൂട്ടുകാരികൾ ആരും ഈ വീട്ടിലേക്ക് വരാത്തതിന്റെ കാരണക്കാരൻ നീയാ. അവരുടെ അച്ഛനമ്മമാർക്കും നീയുള്ള വീട്ടിലേക്ക് പെൺമക്കളെ വിടാൻ ധൈര്യമില്ലായിരുന്നു. ആ നീയാണ് മാന്യമായി ഒരുത്തിയെ മാത്രം വർഷങ്ങളായി പ്രേമിച്ച് നടന്നിരുന്നു എന്ന് പറയുന്നത്. ഞാൻ നീ പറയുന്നത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല. പക്ഷേ അതിനെക്കുറിച്ച് തർക്കിച്ച് സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല. നീ മഞ്ജുവിനെ കല്യാണം കഴിച്ചാ ഗിരിയെയും മാവളയും ചേർത്ത് നാട്ടുകാര് പറയുന്ന കഥകൾക്ക് ഒരവസാനം ഉണ്ടാവും. എനിക്കത് മതി. നിന്നെ സഹായിക്കാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. നീ ഗിരിയെ തെരഞ്ഞെടുത്തതുപോലെ ഞാനും ഒരാളെ കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, ഇത് എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയാം. ആ പെങ്കൊച്ചിന്റെ തലയില് കുറെ കണ്ണീര് കുടിക്കേണ്ടി വരുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഹാ, ആ സഞ്ജു മുണ്ടൊക്കെ കൊടുത്ത് മിടുക്കനായിട്ടുണ്ടല്ലോ. പെണ്ണ് കാണലൊക്കെ അല്ലേ, ഒന്ന് ട്രഡീഷണൽ ആവാന്ന് വെച്ചു. മുണ്ടെടുത്തെന്ന് കരുതി ആള് ഡീസന്റ് ആവില്ലല്ലോ. അങ്ങനെ പറയല്ലേ ശാലിനി, അവനൊരു നല്ല കാര്യത്തിന് ഇറങ്ങല്ലേ. പിന്നെ ഇവന് നല്ല കാര്യമായിരിക്കും. ആ പെൺകുട്ടിക്ക് മോശം കാര്യ. ഇവന്റെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയണ്ടേ. ഏയ്, സഞ്ജു ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത പെൺകുട്ടിയല്ലേ, അവൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. നാട്ടുകാരെന്തൊക്കെ കഥകൾ ആ കുട്ടിയെ പറ്റി പറഞ്ഞിട്ടും അതൊന്നും കാര്യമാക്കാതെ മഞ്ജുവിനെ തന്നെ കല്യാണം കഴിക്കാൻ സഞ്ജു കാണിച്ച മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ഇവനെ കുറിച്ച് നാട്ടുകാര് പറയുന്ന കഥകൾ വെച്ച് നോക്കുമ്പോ മഞ്ജുവിനെ പറ്റി പറയുന്നത് എത്ര നിസ്സാരമാ. അവളെ കുറിച്ച് പറയുന്ന കഥകള് നുണകളാണെന്ന് പറയുന്നവനും കേൾക്കുന്നവനും ഒക്കെ അറിയാം. ഇവന്റെ കാര്യം അങ്ങനെയാണോ? സഞ്ജയ്ക്ക് പണ്ട് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ അവൻ ആ തെറ്റുകളൊക്കെ തിരുത്തി ഒരു പുതിയ മനുഷ്യനാവാനുള്ള ശ്രമത്തില്. ശാലിനിക്ക് അവനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാരമില്ല, നിരുത്സാഹപ്പെടുത്തരുത്. ഇവളോടൊന്നും സംസാരിച്ച് സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്കൊരു നല്ല ഭാര്യയെ കിട്ടാൻ പോകുന്നതിന്റെ അസൂയ വെക്ക്. ആ നമുക്ക് പോകാൻ. അല്ല, ശാലിനി വരുന്നില്ലേ? ഏയ്, ഇവന്റെ ഷോ കാണാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ഇത് ഷോ ഒന്നുമല്ല, അവന് മഞ്ജുവിനെ ശരിക്കും ഇഷ്ടാ. ഞാൻ ഇവനെ ജനിച്ച അന്ന് മുതലേ കാണുന്നതാ. ഇതൊക്കെ വെറും അഭിനയ. പിന്നെ ഞാനതൊന്നും കാര്യാക്കാത്തത് അവന്റെ കല്യാണം കഴിഞ്ഞാ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ടാ. നമ്മുടെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ബലി കൊടുക്കേണ്ടത് മഞ്ജുവിന്റെ ഭാവിയാണെങ്കിൽ എനിക്ക് ഒരു വിരോധവും ഇല്ല. ഇറങ്ങാൻ നേരമായി, ഞാൻ പോട്ടെ. ദേ അവരെത്തി. വാ മോനെ, അകത്തേക്ക് ഇരിക്കാം. ചേച്ചി റെഡിയല്ലേ? പിന്നല്ലേ. ഞാൻ തിരക്കിലാണെന്ന് നിന്നോട് പറഞ്ഞില്ലേ? സഞ്ജയ് ഇരിക്കെ. ഈ കല്യാണത്തിന് സംഭവിച്ചേനെ നിങ്ങളോടൊക്കെ എനിക്ക് നന്ദിയുണ്ട്. നാട്ടുകാർ പറയുന്ന കഥകള് നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ. കണ്ടോ എന്ത് തങ്കപ്പെട്ട സ്വഭാവമുള്ള പയ്യനാ. ഇവനെ കൈവിട്ട് കളയണോന്ന് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ മോളെ. അമ്മായി മിണ്ടത് പോവാൻ നോക്ക്. മോനെ, ഞാൻ ഇപ്പൊ വരാട്ടോ. ചേച്ചിക്ക് പേടിയുണ്ടോ? എല്ലാം പറയില്ലേ? ആ, ഗിരി സഞ്ജയുടെ കൂടെ എന്തിനാ വന്നേ? ഗിരിയേട്ടൻ വന്നോണ്ട് എന്താ? ചേച്ചിക്ക് പറയാനുള്ളത് സഞ്ജയോട് പറഞ്ഞാ മതി. പറയില്ലേ?
ഗിരി ഇരിക്കെ. ശരിക്കും ഇങ്ങനെ ഒരു പെണ്ണ് കാണലിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനും മഞ്ജുവും പരസ്പരം മുമ്പ് കണ്ടിട്ടുള്ളതാ. പിന്നെ ഒരു ചടങ്ങിനിങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. ഗോപാൽജി മഞ്ജുവിന്റെ ജാതകം ചോദിച്ചിരുന്നു. അതിൽ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല.